ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർത്തനും ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് സന്നിധിയിൽ മോദമോടുന്ന് നമ്മെ സർവം മറന്ന് സന്നിധിയിൽ ധ്യാനത്തോടുന്ന് നമ്മെ സർവം മറന്ന് സന്നിധിയിൽ കീർത്തനത്തിനാ ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോട് ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർത്തുന്നും ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ പൂർണ്ണന. നീയൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയി തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടുന്നു ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോർത്തുന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് നമുക്ക് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം, കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയെന്നല്ലോ. ഈ ദിവസം ലോകജാതികൾ അവരുടേതായ ഉത്സവങ്ങളും അവരുടേതായ ആരാധനകളുമായി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനം, ദൈവത്താൽ വിളിക്കപ്പെട്ട ജനം ദൈവത്തിൻ്റെ വചനപ്രകാരം ആരാധനയ്ക്കായി കുട്ടികളെ മടക്കുമ്പോൾ കർത്താവിൻ്റെ ജനത്തിന് വേണ്ട വിടുതൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ച് തരുമാറാകട്ടെ.
ആരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാ നീതിമാന്മാരല്ല. നീതിമാനായ ഒരുവൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു നന്മയും നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം നമ്മിൽ വലിയ പ്രവർത്തിക്കുമാറാകട്ടെ. ഓ ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. നീതിയുള്ള ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു യേശു എന്ന നാമമേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, സ്തുതിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ. ദൈവമേ, ഈ ദിവസം കർത്താവേ ഞങ്ങൾ കുട്ടികളെ മടക്കുന്നല്ലോ, ഞങ്ങൾക്ക് വലിയൊരു വിടുതൽ സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭ കേട്ടാൽ കർത്താവെ തോൽപ്പടി സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ ഏറ്റവും അനുഗ്രഹാഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് വാർത്ത വിശ്വസിച്ച് ആചരിപ്പാൻ, ദേശത്തുറയ്ക്കുവാൻ, ദേശത്തെ കൈവശമാക്കുവാൻ, കർത്താവെ ലോകത്തെ ജയിപ്പാൻ, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ ഈ ലോകത്തിൻ്റെ സകല പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ദൈവസഭയ്ക്ക് കർത്താവ് കൃപ കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങളിതാ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശു നിലയോളം വളർന്ന ഒരു വലിയ കൂട്ടം ജനം സഭയിൽ എഴുന്നേറ്റ് വരുവാൻ, സഭയിൽ വളർത്തപ്പെടുവാൻ ഞങ്ങളിതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവല്ലോ പിതാവേ. യേശുവേ, മനസ്സറിവ് തോന്നണമേ കർത്താവേ, കരുണ തോന്നുമാറാകണമേ. നീതിയുള്ള ദൈവമേ, വിശ്വസ്തനായവനെ, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു. നീതിയുള്ള ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഓ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു. നീതിയുള്ള ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. രക്ഷിതനായ കർത്താവെ, രക്ഷിക്കപ്പെടുന്നവരെ സ്തുതിയോട് ചേർക്കുന്നവനായ കർത്താവ്, ഇന്നും മാറ്റമില്ലാത്തവനായി ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു. ഓ, ഇതൊക്കെ പ്രവർത്തിക്കാൻ സമയമാകുന്നല്ലോ കർത്താവെ, അവിടെ എഴുന്നേൽക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് പരിശോധിക്കണമേ. എല്ലാ വിശ്രമത്തിലുള്ള മാർഗങ്ങളെയും ഞങ്ങൾ നീക്കണമേ കർത്താവെ. ദൈവഹിതപ്രകാരം കർത്താവെ, ഈ വിശ്വാസയാത്ര കർത്താവിൻ്റെ ഹിതപ്രകാരം തന്നെ പൂർത്തിയാക്കുവാൻ എൻ്റെ ദൈവം ഞങ്ങൾക്ക് നൽകി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർമ്മ വെച്ചാൽ ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല കർത്താവെ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെയും കെട്ടാൻ ഭാഗവയ്ക്കുന്നു. ദൈവമേ, അതിനൊക്കെയും ക്രമീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവെ പൂർണ്ണമായും കർത്താവ് ദൈവത്താൽ വിശദീകരിക്കപ്പെട്ട ജീവിതമായി ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് നിൽക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലോ. ഓ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് സ്തോത്രം. സർവലഭനായ ദൈവമേ, സ്തുതിക്കുന്നു പിതാവേ, സ്തുതിക്കുന്നു. നീതിയുള്ള പിതാവേ, വാഴ്ത്തുന്നു കർത്താവേ, വാഴ്ത്തുന്നു. സർവശക്തിയുള്ള ദൈവം കർത്താവേ, മക്കളോട് കർത്താവ് ഇടപെടുമാറാകണമേ. കർത്താവേ, ഭവനങ്ങളെ കർത്താവ് കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പ്രധാനം അയച്ചത് പഠിപ്പാനും ആനന്ദിക്കാനും സാധിക്കാത്ത തലത്തിൽ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ എൻ്റെ കർത്താവ് അറിയുന്നല്ലോ. കർത്താവെ, ശാചന്റെ പ്രവൃത്തി അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രനായ ക്രിസ്തു ദൈവമേ ഇന്ന്
ആ ഭവനത്തിൻ്റെ കെട്ടുകളെ അഴിച്ച് കർത്താവിൻ്റെ മക്കളെ ആരാധനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭയിലേക്ക് കൂട്ടുകയറ്റാനതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ അവൻ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഭവനത്തെ എൻ്റെ കർത്താവ് സന്ദർശിക്കണമേ. ദൈവഗത പ്രകാരം കർത്താവെ ദൈവിക നടത്തിപ്പുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ നടത്തപ്പെടുന്ന ഒരു ജീവിതം കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവിൻ്റെ നാളിലേക്ക് വേണ്ടി കർത്താവെ ഒരുക്കപ്പെടുന്ന കർത്താവെ തലമുറയായി ആ കുടുംബം കർത്താവിൻ്റെ നാമത്തിൽ വളരേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്ത് കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം 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 സ്തോത്രം. Hallelujah, 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 hallelujah. കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 സ്തോത്രം. ദൈവനായ ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ കർത്താവെ നിയന്ത്രണം കർത്താവിൻ്റെ ജനത്തിലേക്ക് എൻ്റെ കർത്താവെ പകരേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവല്ലോ. ഞങ്ങളുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരം അനുഗ്രഹത്തിനായിട്ട് വരേണ്ടതിന് വേണ്ടി എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കുമാറാകണമേ. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവേ സ്തോത്രം. ശരിക്കും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം 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 സ്തോത്രം. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം രക്ഷപ്പെടുന്നു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം അനുസരിക്കും. മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷകൻ ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ രക്ഷകൻ ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവൻ ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭക്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ മാതാ കർത്താവ് പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ എല്ലാ വിഷയങ്ങളിലും എൻ്റെ കർത്താവ് ഇടപെട്ടുകൊണ്ട് കർത്താവേ ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു ആത്മീകമായ ചൈതന്യവും ആത്മീകമായ അഭിവൃദ്ധിയും എൻ്റെ കർത്താവ് കൽപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങളിതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കൃപാലുവായ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നീതിയുള്ള ദൈവമേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈ ദിവസം ദൈവസന്നിധി കുട്ടികളെ നടക്കുന്ന കർത്താവിന് ജനത്തോട് കർത്താവ് മനസ്സറിവ് തോന്നണമേ. കർത്താവിന് ജനത്തെ സന്ദർശിക്കണമേ. ഓരോരുത്തർക്കും വേണ്ട നന്മകൾ കർത്താവിൻ്റെ മക്കളുണ്ടല്ലോ. അത് യഥാവിധം യഥാസമയം ഞങ്ങൾക്ക് നൽകി തരുവാൻ എൻ്റെ കർത്താവ് സാധിക്കുമാറാകണമേ. പരിശുദ്ധനായ ദൈവമേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നീതിയുള്ള പിതാവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ദൈവമായുള്ളവയെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവെ എനിക്ക് മനസ്സുണ്ട്. ശുദ്ധനാകാമെന്ന് പറയുന്നത് കർത്താവെ പഠിക്കുന്ന പോലെ കർത്താവ് തൻ്റെ മനസ്സറിയിച്ചാൽ ദൈവമേ ഞങ്ങൾക്ക് വിടുതലാകുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയവ പ്രവർത്തിപ്പാൻ മനസ്സുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. കർത്താവേ അതാ അതിന്
ഞങ്ങളോടൊപ്പം ഇരിക്കുന്നവനാണ്. കർത്താവെ വലിയ കാര്യങ്ങളെ അങ്ങനെ നടത്തിയിട്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ഭിന്നമായി പോയതൊക്കെയും എൻ്റെ കർത്താവ് അറിയുന്നു. ഇന്ന് കർത്താവെ ആവശ്യത്തിലൊക്കെയും പൂർണ്ണമായ ഒരു വിടുതൽ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് കൽപ്പിച്ചതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ഇതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം ചെയ്തു കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവായ യേശുവേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു. ഓ സ്തോത്രം 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 ഹല്ലേലൂയ 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 കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കുന്നു കർത്താവേ മരണത്തെ ഓർക്കണമേ സഭയ്ക്കുള്ള വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ടല്ലോ നൽകിത്തരുവാനെൻ്റെ കർത്താവ് സാധിക്കുമാറാകണമേ ദൈവമേ. ദൈവമേ സ്തോത്രം 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 സ്തോത്രം. കാരുണ്യവാനായ കർത്താവിന് സ്തോത്രം. കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സ്തോത്രം. യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവനെ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ സ്തോത്രം 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 സ്തോത്രം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയായ പ്രാണനെ കാത്തുകൊണ്ടതാൽ നിന്റെ ദയായ പ്രാണനെ കാത്തുകൊണ്ടതാൽ നിന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം
എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ നാമമല്ലോ എങ്ങും എന്റെ ആശ്രയം. നിന്റെ നാമമല്ലോ എങ്ങും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവപുരവാ. ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവപുരവാ. ജീവവഴിയും നീ മാത്രമല്ലോ. സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ വെല്ലുവിളിയിടാതെ. എന്റെ കാലുകൾ വെല്ലുവിളിയിടാതെ. എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി. എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി. സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവപുരവാ. ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവപുരവാ. ജീവവഴിയും നീ മാത്രമല്ലോ. സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ സ്വപ്നഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ. എല്ലാ നാളിലും എൻ ജീവിതത്തിൽ നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ആദരം
പരിശുദ്ധ നാമത്തിന് ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവസഭ തീരുമാനിച്ചു. അതിനോടുകൂടി ഉപവസിക്കാനും ഇനി അതിനുള്ള സാഹചര്യമില്ലാത്തവർ ഉപവസിക്കാതെയും അതിനോട് സഹകരിക്കാനും മാനസികമായിട്ടും അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഈ ദേശത്തിന് തന്നെയും കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി വലിയൊരു അനുഗ്രഹം നൽകുമാറാകട്ടെ. ദേശത്തേക്ക് കർത്താവ് തൻ്റെ സഭ സ്ഥാപിച്ചിരിക്കുമ്പോൾ ഈ സഭ മുഖാന്തരം ദൈവം ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്ര വലുതാണ്. നമ്മൾ വചനത്തിൽ പഠിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി സകല ലോകവും ദുഷ്ടന്റെ അധീനത്തിലായി. എന്നാൽ ദുഷ്ടന് സിംഹാസനം വയ്ക്കാൻ ഇടം വേണം. ദൈവത്തിന് സിംഹാസനം വയ്ക്കാൻ ഇടമുള്ളതുപോലെ തന്നെ ദുഷ്ടനും സിംഹാസനം വയ്ക്കാൻ ഇടമുണ്ട്. ദൈവം സിംഹാസനം വയ്ക്കുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ സിംഹാസനമാണ് ദൈവത്തിൻ്റെ ആലയത്തിലെ അതിവിശുദ്ധ സ്ഥലം. അത് യെരൂശലേം ദേവാലയമാണെന്ന് നമുക്കറിയാം. അവിടെ ദൈവം സിംഹാസനം വയ്ക്കാൻ സകല ലോകവും ദുഷ്ടന്റെ അധീനത്തിലായി പോയതിനു ശേഷം തൻ്റെ സിംഹാസനം വയ്ക്കാൻ ഒരു സ്ഥലം കൈവശമാക്കിയത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും സഹോദരനെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നുവെന്നും വെളിപ്പെടുത്തുന്ന ഒറ്റ ക്രിയയാണ്. എതിരാണ്. ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് തെളിവ് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാണ്? നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും സഹോദരനെ സ്നേഹിക്കുന്നുവെന്നും അതിനാൽ അറിയാം. ഒറ്റ കൽപ്പന. അപ്പോൾ ഈ 3 കാര്യങ്ങൾ തെളിയിച്ചാൽ മതി. ദൈവത്തെയും സഹോദരനെയും അവൻ മറ്റെല്ലാറ്റിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുമെന്ന് തെളിഞ്ഞാൽ അവിടെ എന്തുവരും എന്ന് പറഞ്ഞേ? ആരുടെ സിംഹാസനം? അതുകൊണ്ടാണ് പണ്ട് ആ അറിവുള്ളവർ പള്ളികളിൽ, ചില പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? സിംഹാസന പള്ളി എന്ന് പറയും. സിംഹാസന പള്ളി. അത് വെറുതെ അവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ കൂടി ഈ പൈസ ഉണ്ടാവുക വലുതെന്ന് പഠിച്ചാൽ അങ്ങനെയൊന്നും ദൈവം സിംഹാസനം വയ്ക്കില്ല. ദൈവം സിംഹാസനം വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രമാണം. ഇത് നേരെ മറിച്ചുണ്ട്. വേറെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് നീ പാർക്കുന്ന ഇടം സാത്താൻ്റെ സിംഹാസനമുള്ളിടം. അപ്പം സിംഹാസനം ആർക്കുണ്ട്? ആ സിംഹാസനം എവിടെയുണ്ട്? ഭൂമിയിൽ. അവനും വയ്ക്കും. അവനും ഭൂമിയിൽ സിംഹാസനം വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളേതാണ്? ഇന്ന് നിന്റെ സഹോദരത്തിൻ്റെ രക്തം വീഴാൻ വായു തുറന്ന ആ കുടിച്ച് ഭൂമി വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. സഹോദര വിദ്വേഷത്തിലും ദൈവദ്വേഷത്തിലും സാക്ഷ്യം പ്രാപിച്ചതാണെങ്കിൽ, സഹോദരൻ്റെ രക്തം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനാൽ സാക്ഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സാത്താൻ്റെ സിംഹാസനം. ഇതാണ് സാത്താൻ്റെ 2 സിംഹാസനങ്ങളാണ് ഈ ഭൂമി മുഴുവനും. ഈ സിംഹാസനങ്ങൾ മുഴുവനും ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെതാകട്ടെ അബ്രഹാമിന് മുമ്പ് ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമിയിലില്ല, മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം കർമ്മത്താൽ മനുഷ്യന് പാപം ചെയ്യിച്ചതിന് ശേഷം തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാക്കി ദൈവത്തെ വിട്ട് ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്തും സഹോദര വിദ്വേഷം ഉണ്ടാക്കിയും ഭൂമി മുഴുവനും സിംഹാസനങ്ങളാണ്. ആരുടെ? സാത്താൻ്റെ സിംഹാസനങ്ങളാണ്.
നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തോട് എതിർക്കുന്ന സാത്താൻ്റെ സിംഹാസനമുള്ള ഒരു സ്ഥലം ഏതാണ്? ആദ്യമായിട്ട് ദൈവത്തോട് എതിർക്കാൻ തുടങ്ങിയ ബാബേൽ ഗോപുരം പണിത സ്ഥലം അതെവിടെയാണ്? ഇറാഖിലാണ്, അതായത് ബാബിലോണിലാണ്. അവിടെയാണ് ആ ആരംഭം. അതിൻ്റെ കീഴിൽ അതോടൊപ്പം ഉള്ള ഈ സകല ലോകത്തിലും ഈ സിംഹാസനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഇടയിലാണ് ദൈവം തൻ്റെ സിംഹാസനം വയ്ക്കാൻ ഒരു ഇടം ഈ ഭൂമിയിലൊന്നുമില്ല, ഒരാൾ പോലും ഇല്ല. ആരെങ്കിലും ഒരാൾ തെളിയിക്കണം. തെളിയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ തെളിവിനായിട്ട് വേണ്ടിയിട്ട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാം ആ പ്രവൃത്തി ചെയ്തു. ദൈവത്തോടുള്ള സ്നേഹവും അനുസരണവും വചനപ്രകാരം സഹോദരനോടുള്ള സ്നേഹവും വെളിപ്പെടുത്തോടുകൂടി അത്രയും സ്ഥലം ദൈവത്തിന് വേർതിരിഞ്ഞ് കിട്ടി. അവിടെ ദൈവം വെച്ചതാണ് യെരുശലേം ദേവാലയം എന്ന ദൈവത്തിൻ്റെ സിംഹാസനം. അങ്ങനെ അവിടെ നിന്ന് തലമുറ പകർന്നു വന്ന് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചതോടുകൂടി അവിടെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി. അവൻ്റെ സിംഹാസനം അവിടെ നിന്ന് നീക്കി. അവൻ്റെ സിംഹാസനം എവിടെയാണ്? സ്വർഗത്തിലാണ്. അവൻ്റെ ആ സ്ഥാനത്ത് നിന്ന് അവനെ നീക്കിയതിന് ശേഷം ഭൂമി മുഴുവനും അവൻ്റെ കീഴിലുള്ള സിംഹാസനങ്ങൾ നീക്കണം. അത് നീക്കാനായി കർത്താവ് സ്ഥാപിക്കുന്നതാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള സഭ. ഈ സഭ സ്ഥാപിക്കുമ്പോൾ സഭയോട് എതിർക്കുവാനായിട്ട് പാതാള ഗോപുരങ്ങൾ വരും. പാതാള ഗോപുരങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ എന്താണ് പാതാള ഗോപുരം? ഞാൻ ഈ പ്രാർമയിൽ ഒരു സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഗോപുരങ്ങൾ ബഹുവചനമാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അപ്പം ഗോപുരം എന്ന് പറയുന്നത് കർത്താവിന്റെ നാമവും, ഗോപുരങ്ങൾ എന്ന് പറയുന്നത് സകല ജാതികളും താതാങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കും. നാമം നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നേക്ക് നടക്കും. അപ്പോൾ അവിടെയാണ് രണ്ട് തരത്തിലുള്ള രണ്ട് ഗോപുരങ്ങളെ കാണുന്നത്. ഒന്ന് ഗോപുരം ഏതാ? യഹോവയുടെ നാമം. മറ്റേതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ നാമം എന്ന് പറയുന്നത് എന്താണ്? നാമം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്വഭാവമാണ്. ആരുടെ സ്വഭാവം? ക്രിസ്തു യേശുവിൻ്റെ. യഹോവയുടെ സ്വഭാവമാണ് ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം. അതാണ് യഥാർത്ഥത്തിൽ ഗോപുരം. ജാതികളുടേതോ നാമങ്ങളാണ്, പാതാള ഗോപുരങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സ്വഭാവങ്ങളാണ്. ആ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ജാതികളുടെ ആരാധനയ്ക്കായി പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോകുമ്പോൾ ഞാനത് കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർ മദ്യം കയ്യിൽ കൊണ്ടുപോകും. അവർക്ക് അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരമില്ല, അവിടെ പാടില്ലാത്തതുകൊണ്ട് ജഡീക വിഷയങ്ങൾ പാടില്ല, മദ്യത്തിൻ്റെ കുഴപ്പമില്ല. അതെ ശരി. വേറൊരു ആരാധന സ്ഥലത്ത് പോകുമ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല, ബാക്കിയുള്ളതെല്ലാം ആകാം. അവിടെയാണ് സർവ്വ ദുർനടപ്പുള്ള ഒരു സ്ഥലം അത്. അപ്പോൾ ഓരോന്നിനും ഈ ലോകം മുഴുവനും ഒരു സിംഹാസനത്തിന് ഒരു സ്വഭാവമുണ്ട്. ഏത് സ്വഭാവം?
ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവം ഒരു സിംഹാസനത്തിൽ. അങ്ങനെ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുക. ഈ നിറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഗോപുരങ്ങൾ ഇതിനോട് പോരാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്ഥാപിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ സ്ഥാപിക്കുന്ന സഭയോട് എതിർക്കുകയാണ്. എതിർക്കുന്ന സമയം ദേശത്തു നിന്ന് വേർതിരിച്ചാൽ, തോപ്പുംപടി ദേശത്തു നിന്ന് കർത്താവിന്റെ നാമത്തിലുള്ള സഭ സ്ഥാപിക്കുമ്പോൾ ആ സ്ഥാപിക്കുന്ന സമയത്ത് സഭക്കാരറിയേണ്ടത്, സഭയിലുള്ളവരറിയേണ്ടത് ഈ ദേശത്തിൻ്റെ പൊതു സ്വഭാവം എന്തൊക്കെയാണ്. ഈ ദേശത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. ആ സ്വഭാവം അതിനെ അതിജീവിച്ച് ആ സ്വഭാവത്തിന് വിരുദ്ധമായ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അത് സാധിച്ചാൽ ഇവിടെ നിന്ന് സാക്ഷ്യം പ്രാപിക്കാം. അങ്ങനെ വരുമ്പോഴാണ് വചനം പറയുന്നത്, എഫേസ്യ സഭയിൽ ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു. അവൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് കളവായിരുന്നു പണി. കളവിൻ്റെ വിപരീതം എന്താ? മറ്റുള്ളവർ അധ്വാനിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ചെന്ന് മോഷ്ടിച്ചെടുക്കുന്നതാണ് കളവ്. അതിന് നേരെ വിപരീതമാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. എന്താ? അത് പിശാചിൻ്റെ സ്വഭാവമാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താ? സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്നത് ഇല്ലാത്തവർക്ക് ദാനം ചെയ്തു കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഗോപുരങ്ങളുടെ സ്വഭാവം മോഷണം, ഗോപുരത്തിൻ്റെ സ്വഭാവം അധ്വാനിച്ച് ദാനം ചെയ്യുക. ഇത് കാണിക്കുന്നത് തെളിയിക്കണം. ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ദൈവം സാക്ഷ്യം കൽപ്പിക്കും. വിശ്വാസത്തിൽ വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിന് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കള്ളൻ ഇനി കക്കരുത്. നീ ഇതിനു മുമ്പ് എന്തായിരുന്നു പണി? കളവായിരുന്നു. ഇനി കക്കരുത്, ഇനിയും മോഷ്ടിക്കരുത്. മാത്രമല്ല, മുട്ടുള്ളവനുണ്ട്, നിങ്ങളുടെ കയ്യിൽ മുട്ടുള്ളവരുണ്ട്, വിഷമമുള്ളവരുണ്ട്. അവർക്ക് ദാനം ചെയ്യേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പ്രയത്നിക്കുക അത്രേ വേണ്ട. അത് ആരുടെ സ്വഭാവമാണ്? ഗോപുരത്തിൻ്റെ സ്വഭാവം. മറ്റതോ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ഗോപുരങ്ങളുടെ സ്വഭാവമായിരുന്നു. ഇന്ന് നീ ഗോപുരത്തിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ വിജയിക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ ഒറ്റ വാക്കിലൊന്നും നടക്കില്ല. അവനെ കൊണ്ട് കളവ് ചെയ്യിക്കാൻ, അവനെ കൊണ്ട് മുമ്പുണ്ടായിരുന്ന തൊഴിൽ ചെയ്യിക്കാനായിട്ട് പല വഴികളും നോക്കും. യൂദയെ പോലെ. യൂദ ആരായിരുന്നു? കള്ളനായിരുന്നു. അവൻ കർത്താവിനടുക്കൽ വന്നതിന് ശേഷവും ആദ്യമൊക്കെ കുറച്ച് ദിവസം മര്യാദയ്ക്ക് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കളവിലേക്ക് നീങ്ങി. അങ്ങനെ അവൻ വീണ്ടും കളവ് തുടങ്ങി. അങ്ങനെ അവൻ പാതാള ഗോപുരങ്ങൾ അവനെ ജയിച്ചു. അവനെ അതുകൊണ്ട് പോയി. അവിടെ നമ്മൾ പഠിക്കുന്നത് ദൈവസഭയിൽ ഇപ്രകാരം ദേശത്തു നിന്ന് പാതാള ഗോപുരങ്ങൾ എതിർത്ത് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വേർതിരിഞ്ഞ മനുഷ്യൻ, വേർതിരിഞ്ഞ ജനം വചനപ്രകാരം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശത്തിൻ്റെ സ്വഭാവം ആദ്യമേ എന്ത് ചെയ്യണം? നിർത്തണം. അത് കഴിഞ്ഞതിന് ശേഷം ദേശത്തിൻ്റെ സ്വഭാവത്തിന് എതിരായ ഒരു സ്വഭാവം ആർക്കുണ്ട്? ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവമുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം അത് ചെയ്യണം. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വചനം എഴുതിയിരിക്കുകയാണ്, ഇന്നലെ വരെ ഈ സഭയെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവസഭയെ മുടിച്ചവൻ ഇന്ന് മാനസാന്തരപ്പെട്ട് അത് നിർത്തിയതിനു ശേഷം ഇന്ന് എന്ത് ചെയ്യുന്നു? ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇന്ന് അവൻ മുടിച്ച വിശ്വാസത്തെ ഇന്ന് അവൻ പ്രസംഗിക്കുന്നു. അപ്പോൾ ഗോപുരങ്ങളുടെ സ്വഭാവം ഏതാ? സഭയെ മുടിക്കുക. ഗോപുരത്തിൻ്റെ സ്വഭാവമോ? സഭയെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ഗോപുരത്തിൻ്റെ സ്വഭാവം. അങ്ങനെ ഈ പോരാട്ടമാണ് ദൈവസഭയ്ക്കുള്ള ഉത്തരവാദിത്വം. നമ്മൾ കുറച്ച് പേര് കൂടി വന്ന് പ്രധാന നാമത്തിൽ ആത്മാവിനെ പ്രാപിച്ചു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു, തിരുമേശ അനുഭവിച്ചു, ഇങ്ങനെയെല്ലാം നടന്നു പോകുമ്പോൾ അത് സഭയാണ്, നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. അങ്ങനെ പഠിപ്പിക്കുന്നു.
കാരണം ഇനി നമ്മളങ്ങ് നിന്നാൽ മതി, ആത്മാവിനെ കൂടെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങ് നിന്നാൽ മതി. കാരണം ഏത് സമയത്തും കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന കോണം ഒരുങ്ങി നിന്നാൽ മതി എന്നാണ് നമ്മളധികം വിശ്വാസ സമൂഹത്തിൽ, വിശ്വാസകോളത്തിൽ അധികം പേര് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയാണ്. അവൻ്റെ ഉത്തരവാദിത്വം തുടങ്ങുന്നതേ ഉള്ളൂ. അവൻ ആ ദേശത്തിൻ്റെ വിപരീതമായ സ്വഭാവത്തിലേക്ക് അവനിൽ നിന്ന് വെളിപ്പെട്ട് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവസഭയിൽ വിശ്വസ്തമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുത്താൽ അവർക്കുള്ള അടുത്ത ഉത്തരവാദിത്തമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഏത് തെളിയിക്കണം? സഹോദരനെ, ദൈവത്തെ, ന്യായപ്രമാണത്തെ. ഈ മൂന്ന് കാര്യങ്ങളെയും മറ്റെന്തെല്ലാം നഷ്ടം വന്നാലും അവൻ അത് അനുസരിച്ചിരിക്കും എന്നുള്ളത് അവൻ തെളിയിക്കാനുള്ള സന്ദർഭമാണ്. അതും കൂടി തെളിയിച്ചാലാണ് എന്ത് വരുന്നത്? സിംഹാസനം വരുന്നത്. അതിനു മുമ്പ് സിംഹാസനം വരാൻ പറ്റില്ല. എന്നാൽ അധികം സഭകളിലും, അതായത് ഏകദേശം 100 പേരോളമുള്ളൊരു സഭ, ആ സഭയിൽ വളരെ അധ്വാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത്രയും ഇല്ലെങ്കിലും അധ്വാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും ഇത് തന്നെ ഓരോരുത്തരെ വിളിച്ച്, ഓരോ കുടുംബങ്ങളെ ഓരോരുത്തരും വിളിച്ച് പ്രബോധിപ്പിച്ചുമ്പോൾ അതിനും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നു. അവസാനം ദുഃഖിക്കേണ്ട, ഇതിനെ ചൊല്ലി നീ ദുഃഖിക്കും എന്ന് ദൈവം എനിക്ക് ആലോചന തരാടെയായിരുന്നു. കാരണം അതിനകത്ത് രക്ഷിക്കപ്പെടുന്നവരില്ലെന്നല്ല, ഈ പദവിയിലേക്ക്, ഈ സ്ഥാനത്തേക്ക് വന്ന ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുറവുകളായിട്ട് കണ്ടു. ശരി, എന്തായിരുന്നാലും നമ്മളിവിടെ ചിന്തിക്കുന്നത് ഇതാ, ഈ ദേശത്ത് നമ്മുടെ ആഗ്രഹം ഇതാ. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അതിൻ്റെ ആഗ്രഹം എങ്കിൽ ദൈവം തന്നെ കാര്യം സാധിപ്പിക്കും. ഇവിടെ വന്നപ്പോൾ തന്നെ ദിവസങ്ങളോളം, നാളുകളോളം ഇതെവിടെയാണ്, എന്താണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, എവിടെയാണ് കർത്താവ് ഇതെങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, സകല വിധത്തിലും പരിശ്രമിപ്പാനിടയായിത്തീർന്നു. എന്തായിരുന്നാലും കാര്യങ്ങൾ ഇത്രയും ഇങ്ങനെയായി തീർന്നു. എന്നാൽ ഇനിയും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും ജാഗരിക്കാനുള്ളതും, കർത്താവ് ഈ ദേശത്ത് തൻ്റെ സിംഹാസനം വയ്ക്കണം. ലോകപ്പുഴ സഭയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ കരം ഇടപെട്ട് സഭയെ നിലനിർത്തണം. ദൈവത്തോടുള്ള സ്നേഹവും സഹോദരനോടുള്ള സ്നേഹവും സാക്ഷ്യം പ്രാപിച്ച ജനങ്ങളുണ്ടാവണം. ദൈവത്തിൻ്റെ ആത്മാവ് ചില ആഴ്ചകൾക്ക് മുമ്പ് ആലോചന തന്നത് നമ്മൾ മറന്നുപോകരുത്. കാരണം എന്താ? സഹോദര സ്നേഹത്തിൽ എല്ലാവർക്കും സഹോദര സ്നേഹമുണ്ട്, ആർക്കും ഇല്ലാത്തവരില്ല. എന്നിവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരളവിലെങ്കിലും സഹോദര സ്നേഹം ഇല്ലാത്തവരാരും ഇവിടെ ഇരിപ്പില്ല. എല്ലാവർക്കും ഉണ്ട് സ്നേഹം. പക്ഷേ ദൈവം സഭയെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ കാര്യങ്ങളുണ്ടാകുമ്പോൾ സഭയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? സുബോധം പോയവരുണ്ട്. സാത്താൻ്റെ കണിയിൽ പരീക്ഷിക്കപ്പെട്ട് കെണിയിൽ വീണാൽ അവന് സുബോധം പോകും. സുബോധം പോയി കഴിഞ്ഞാൽ അവൻ സഭയ്ക്ക് ആരാ? ഒരാൾ പരീക്ഷിക്കപ്പെട്ട് സുബോധം പോയി കഴിഞ്ഞാൽ, പരീക്ഷിക്കപ്പെട്ട എന്ത് വരും? അവൻ സാത്താൻ്റെ കണിയിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് പോകും? സുബോധം പോകും. സുബോധം പോയാൽ പിന്നെ അവൻ ആരാ? സുബോധം പോയാൽ അവൻ വിരോധിയാണ്. ആർക്ക് വിരോധി? സഭയ്ക്ക് വിരോധിയാണ്. അപ്പോൾ അത്രയും സ്നേഹത്തിൽ നടന്ന ഒരു സഹോദരൻ നാളെ സഭയ്ക്ക് വിരോധിയായിട്ട് അവസരം കിട്ടിയാൽ അപ്പം എന്നെ കുറ്റം പറയും. അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കും. അവസരം കിട്ടിയ ഏതെങ്കിലും തരത്തിൽ എന്നെ അപമാനിക്കും. അവൻ യഥാർത്ഥത്തിൽ ആരാ? സ്വാഭാവികമായിട്ട് അവൻ ശത്രുവായിട്ട് നമ്മൾ കാണും. സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യഥാർത്ഥ ഘടന പഠിക്കാത്തവൻ,
ശത്രുവായിട്ടേ കാണും. അവിടെയാണ് എന്തറിയേണ്ടത്? വചനം പറയുന്നത് അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ നിശ്ചയം പ്രാപിക്കണം. ആരാ? വരുമ്പോഴേ തന്നെ എൻ്റെ കൂട്ട സഹോദരനാണെന്നും ഞങ്ങൾ കൂട്ടവകാശികളാണെന്നും നിശ്ചയം പ്രാപിക്കണം. നിശ്ചയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അത് ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, പിന്നെ വന്ന് സുബോധം പോയി എതിര് നിന്നാലും വചനം പറയുന്നത് അതിനു മുമ്പുള്ള കാലത്തെ ഓർത്തുകൊള്ളണം. കർത്താവ് എൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ സഹോദരനായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് അവകാശം പ്രാപിക്കേണ്ടവരാണ്. ഇന്ന് അവനെ സുബോധം പോയി, ഇന്ന് എനിക്ക് വിരോധിയായിട്ട് നടക്കുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഇന്ന് ഞാൻ സഹിക്കുന്നുവെങ്കിൽ, ഇത് ഞാൻ സഹിക്കുന്നുവെങ്കിൽ വാഴുമ്പോൾ ഇത് ഞാൻ മുഴുവൻ സഹിച്ചു കഴിഞ്ഞാൽ അന്ന് ഇവനെ എനിക്ക് അവകാശമായി തരും. ഇവൻ ആരായി തരും? എനിക്ക് അവകാശമായി തരും. അവകാശികളിൽ തന്നെ പലതുണ്ട്. അവകാശം എൻ്റെ അവകാശമാണ് അവൻ എന്ന് പറയും. അവൻ്റെ അവകാശമല്ല ഞാൻ, കർത്താവിൻ്റെ അവകാശമാണ് ഞാൻ, എൻ്റെ അവകാശമാണ്. ആ നിലയിലേക്ക് കർത്താവ് കൊണ്ടുവരും. അത് സഹിച്ചു കഴിഞ്ഞാൽ ദൈവം സമ്മതിക്കും, ഇവൻ സഹോദര സ്നേഹത്തിൽ തികഞ്ഞവനാണ്. അവിടെ അതിനും പറയുന്നത് അങ്ങനെ സഹിക്കുന്ന എത്ര പേരുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ സഹിച്ചവനല്ല, പലപ്പോഴും ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള. കാരണം നമ്മൾ നേർക്ക് നേരെ നിന്ന് നമ്മളോട് ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം ഏറ്റെടുത്തുകൊണ്ട് അതിനപ്പുറം ഞങ്ങൾ ഒരുമിച്ച് അവകാശം പ്രാപിക്കുന്ന ആ സന്ദർഭത്തെ മുൻകണ്ടുകൊണ്ട് അത് സഹിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്താൽ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് സഭ ചിന്തിച്ചിരിക്കേണ്ട ഒരു വിഷയം, ദൈവാത്മാവ് സ്പഷ്ടമായിട്ട് പറഞ്ഞൊരു വിഷയമാണ്. സഭയുടെ ഈ ഗതി അങ്ങ് മാറും. ഈ വിഷയം അങ്ങ് മാറിയതിന് ശേഷം സഭയെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കാൻ കൊണ്ടുപോകാം. ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല യാത്ര. ഇത് പോകുമ്പോൾ പരസ്പരം ഇതിനകത്ത് നായ്ക്കളുണ്ടാകാം, നശിച്ചു പോകണമെന്നില്ല. പന്നികളുണ്ടാകാം, പന്നി എന്നുള്ളതുണ്ടാകാം, അത് നശിച്ചു പോകേണ്ടതല്ല. ഇതിനകത്ത് കപ്പൽ മുങ്ങിയവരുണ്ടാകും, അതും നശിച്ചു പോകേണ്ടതിനല്ല. വിരോധികളുണ്ടാകും, ഭ്രാന്തന്മാരുണ്ടാകും, ഇത് നശിച്ചു പോകേണ്ടതിനല്ല. ഇപ്പം എത്രണ്ണം പറഞ്ഞു? നായ്ക്കള്, പന്നി, കപ്പൽ മുങ്ങിയവര്, വിരോധി എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാര്. ഭ്രാന്ത് വരുമ്പോഴാണ് വിരോധം തന്നെ. ഭ്രാന്ത 2 തിമോത്തി 2:25. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ 4 പേരായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശുശ്രൂഷ നിൽക്കുമ്പോൾ, സഭയിൽ നിന്ന് ശുശ്രൂഷ നിൽക്കുമ്പോൾ ആ ഒരാളെ കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ഈ ആളെ കണ്ട്, ഈ ഇതിലൊരു കൂട്ടത്തെ കണ്ടു, ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഒന്നിനെ കണ്ടു. അയ്യോ എൻ്റെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കുഞ്ഞാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ അത് അല്ല. പക്ഷേ ഈ 4 കാര്യങ്ങൾ നശിച്ചു പോകേണ്ടതല്ല. നശിച്ചു പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വേരറ്റ് പോയത്, വേര് അറ്റുപോയിട്ടുള്ളത്, കള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തിരിച്ചു കിട്ടുന്നതല്ല, അത് പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ ഇത് കൂട്ടി വന്നതിന് ശേഷം ഒരു 100 പേര് കൂടി വന്നതിന് ശേഷം ഈ 100 പേരും ഇത് ഒരേ നിലയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ട് ആദ്യം മാറ്റിവെച്ചതിന് ശേഷം യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സംഗതി മാറും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ശോധന അങ്ങോട്ട് കഴിയുമ്പോൾ ചക്രത്തെ കയറ്റുമ്പോൾ, ഇങ്ങനെ ചക്രത്തെ കയറ്റുന്നത് മണ്ണെടുത്തതിന് ശേഷം കുശവൻ വെള്ളമൊഴിച്ച് ഇടിച്ച് കുഴച്ച് പാകമാക്കി അതിലെ കല്ലുകളൊക്കെ കളഞ്ഞ് കരടുകളൊക്കെ കളഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചൊരു നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഗോതമ്പിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു ഇതാക്കി വെച്ചതിന് ശേഷം, ഒരു പിണ്ടമാക്കി വെച്ചതിന് ശേഷം കറങ്ങുന്ന ചക്രത്തിലേക്ക് അങ്ങ് വയ്ക്കുക. കറങ്ങുന്ന ചക്രത്തിലേക്ക് അങ്ങ് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കൈകൊണ്ട് പിടിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരിക. ഇങ്ങനെ രൂപപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുമ്പോൾ ഈ കറങ്ങുന്നതും ഇടിച്ചും പൊടിക്കുന്നതും ആയ സമയത്ത് മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാവില്ല. അത് ആർക്കും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അവൻ എന്താ ഇപ്പം ഈ കുറച്ച് നാളായിട്ട് തന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലൊരു നിലയിലേക്ക് കർത്താവ് പണിയുക. ആ പണിയുമ്പോഴേക്കും ചിലത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇതായി പോയി കഴിഞ്ഞാൽ സുബോധം പോയി എതിരായി,
പിന്നെ പ്രശ്നങ്ങളായി. അപ്പോഴും സംയമനത്തോടെ നിന്ന് അത് എൻ്റെ സഹോദരൻ തന്നെയാണ്. മരിച്ച് കല്ലറയിൽ വെച്ച് ശവമാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടു. ശവമാണ് വെച്ചിരിക്കുന്നത്. ആ 3-ാം ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയ പറയുകയാണ്, യജമാനെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശവം എടുത്തോണ്ട് പോയെന്നല്ല. പിന്നെയോ അവന്ന് പറഞ്ഞോ എൻ്റെ കർത്താവിൻ്റെ ശവം എടുത്തു പോയെന്നല്ല പറഞ്ഞേ അവള്. എൻ്റെ കർത്താവിനെ എടുത്തോണ്ട് പോയെന്ന. എൻ്റെ കർത്താവിനെ എടുത്തോണ്ട് പോയെന്ന. അവക്കൊരിക്കലും അവൻ ശവമാവില്ല. അതാണ് നിശ്ചയം പ്രാപിക്കേണ്ടത്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവസഭ ജയിക്കണമോ, ദേശത്ത് ദൈവത്തിന് സിംഹാസനം വരണമോ, നമ്മളുടെ കഴിവുകൊണ്ട് ഒന്നും നടക്കില്ല. നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സഹിക്കാൻ തയ്യാറാകുക. അവൻ എന്തെല്ലാം പ്രവർത്തിക്കുന്നു അതുപോലെ ഞാൻ അവനോട് പ്രവർത്തിക്കുമെന്ന് പറയണ്ട. അപ്പോൾ തന്നെ അധമനായിപ്പോയി. കർത്താവിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എതിര് വന്നാലും ആ സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആ അവകാശം പ്രാപിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഓർക്കുമ്പോൾ ഇതെല്ലാം മാറിയതിന് ശേഷം ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇവന് സുബോധം വരുന്ന നാളെ വരും. കാരണം ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നവന് ദൈവം ഒരാത്മാവിനെ കൊടുക്കും. ആ ആത്മാവാണ് സൗമ്യതയുടെ ആത്മാവ്. ഏതാത്മാവ്? സൗമ്യതയുടെ. ഈ സൗമ്യത ഇതിനെ ജയിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ. പ്രാർത്ഥന ജയിക്കാൻ, സുബോധം വിട്ടുപോയ പ്രാർത്ഥന ജയിക്കാനായിട്ട് ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ഏതാ? സൗമ്യതയുടെ ആത്മാവ്. ഈ സൗമ്യതയുടെ ആത്മാവിൽ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ മുമ്പിൽ അവൻ ജയിക്കില്ല. കാരണം അവൻ്റെ സൗമ്യത നമ്മെ വലിയവനാക്കി. ആരുടെ സൗമ്യത? കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗമ്യത നമ്മെ വലിയവരാക്കിയാണ്. ആ ആയുധമാണ് കർത്താവ് നമുക്കിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അത് തന്നോട് എന്തെങ്കിലും പറയുന്നവനോട് നേരെ എതിര് അതിനപ്പുറം ഞാൻ പറയും. അവനെന്തെങ്കിലും ചെയ്താൽ അതിനപ്പുറം ഞാൻ ചെയ്യും. അങ്ങനെയുള്ളവന് കിട്ടില്ല. പിന്നെയോ ദൈവമേ ഇവൻ സുബോധം ഉണ്ടായിരുന്ന കാലത്ത്, ഈ മനുഷ്യൻ സുബോധം ഉണ്ടായിരുന്ന കാലത്ത്, വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഓർക്കാനുണ്ടാകും നിശ്ചയമാണ്. അവൻ്റെ ആ നല്ല വശങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ സഹിക്കും. ആ ഒരു ഓർമ്മയിൽ മാത്രം ജീവിക്കും. സൗമ്യതയുടെ ആത്മാവിൽ ആ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അതിനു മുമ്പിൽ കീഴടങ്ങാത്തവനുണ്ടാവില്ല. ദൈവം അവന് യഥാസ്ഥാനം കൊടുക്കുകയും ചെയ്യും. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് പഠിക്കേണ്ടതും ദൈവത്തിൻ്റെ സഭ പ്രാപിച്ചിരിക്കേണ്ടതുമായ സത്യമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആരെന്ത് പറഞ്ഞു, അപ്പുറത്ത് എന്ത് നടന്നു, എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു, എന്നോട് എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഒറ്റ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് കർത്താവിൻ്റെ ശരീരമാണ്. സഭ കർത്താവിൻ്റെ ശരീരമാണ്. ആ ശരീരം കർത്താവിൻ്റെ ശരീരമായിട്ട് അംഗീകരിച്ച് ഈ ദേശത്തൊരു സിംഹാസനം വെക്കണമെങ്കിൽ ഞാൻ എന്നിൽ കൂടി തെളിയിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. ഞാൻ സഹോദരനെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ തെളിയിക്കണം. ആ ഒരൊറ്റ ചിന്തയുള്ളൂ. ആ ഒരൊറ്റ ലക്ഷ്യത്തിന് മുമ്പോട്ട് പോകുന്നവന് ദൈവം ആ കാര്യം സാധിക്കും. അവനെ കർത്താവ് വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷം പാതാള ഗോപുരങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. ആ ഗോപുരത്തിലൊന്നിലും അവൻ തോറ്റുപോകാതെ വണ്ണം ദൈവം അവനെ സൂക്ഷിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകണം. ആരും ലക്ഷ്യം തെറ്റിപ്പോകാതെ നിശ്ചയമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ആരെങ്കിലും വിവിധമായ തലങ്ങളിലേക്ക് നമ്മൾ ഈ കേട്ടതും പഠിച്ചതും എല്ലാം തുച്ഛീകരിക്കും. അതിനെന്ത് അർത്ഥമില്ല എന്ന് പല കാര്യങ്ങളും ഇതിൻ്റെ മുമ്പിൽ ഈ കോളിളക്കം വരുമ്പോൾ അങ്ങനെയാണ്. കാരണം ബാക്കിയൊന്നും വന്നില്ലെങ്കിൽ തന്നെ പ്രത്യാശയെ ചൂണ്ടി സംസാരിക്കുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരും. പക്ഷെ അതിലൊന്നും തോറ്റുപോകരുത്. കർത്താവാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. പ്രതിഫലം കർത്താവ് തരും. കർത്താവിനെയാണ് നാം പ്രസാദിപ്പിക്കേണ്ടത്. ദൃഷ്ടിസേവയാലല്ല നാം സാക്ഷ്യം പ്രാപിക്കേണ്ടത്. കർത്താവിനെ തന്നെ കർത്താവിനെ തന്നെ സ്നേഹിക്കുന്നുവെന്നും സാക്ഷ്യം പ്രാപിപ്പാൻ അതിന് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ജീവിതത്തിൽ ആര് സമർപ്പിക്കുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ജീവിത വിജയം. കർത്താവിന് സ്തോത്രം. അങ്ങനെ കർത്താവ് ദൈവസഭയെ നടത്തി ഈ നാടുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിക്കുമാറാകണം. ഇന്ന് നാം ഉപവാസവും പ്രാർത്ഥനയുമാണ്.
സ്തോത്രം. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ വല്ലീര്യമോ അല്ല മറുവിലയാൻ, വല്ലീര്യമോ എൻപേർക്കു യാഗമായി തീർന്നവനും, എൻപേർക്കു യാഗമായി തീർന്നവനും ദൈവകുഞ്ഞാട്ടിൻ കർത്താവിനെ വീണ്ടതിന, ദൈവകുഞ്ഞാട്ടിൻ വിലയേറുണ്ട് കർത്താവിനെ വീണ്ടതിന. അതിദുഃഖിതനായി പോവിൽ തീർന്നു, അതിദുഃഖിതനായി പോവിൽ തീർന്നു ഞാൻ. വൻപീഡയാൽ വലഞ്ഞിടുന്ന, വൻപീഡയാൽ വലഞ്ഞിടുന്ന എന്നേശുമാർവതിലാശ്വാസം, എന്നേശുമാർവതിലാശ്വാസം പാടും മോദമാ സ്തുതി സ്തോത്രം യേശുവിന് കൊണ്ടു നിത്യം പാടും മോദമാൻ സ്തുതി സ്തോത്രം യേശുവിന് ഞാൻ പാടുമി നാളി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവിനെ വീണ്ടതിനാൽ, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവിനെ വീണ്ടതിനാൽ. തിരുവാഗതമാത്മമാരിയാൽ എന്നെ നനയ്ക്കണമേ കൃപയാൽ, എന്നെ നനയ്ക്കണമേ കൃപയാൽ. നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ, നിന്നോളം പൂർണ്ണനായി തീർന്നു ഞാൻ. സർവഭിന്നതയാകെ അകന്നു എന്നിൽ അങ്ങു ചേർന്നിടുവാൻ, സർവഭിന്നതയാകെ അകന്നു എന്നിൽ അങ്ങു ചേർന്നിടുവാൻ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവിനെ വീണ്ടതിന. കർത്താവിൻ്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഒരു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിലേക്ക് വരുന്നവൻ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം, അവൻ എന്തായിരിക്കണം, അവൻ്റെ ജീവിതത്തിൽ ഈ ഉപവാസം കൊണ്ട് എന്ത് സാധിക്കും, എന്താണ് ഇതുകൊണ്ട് സാധിക്കുന്നത്? ഒരു കാര്യം നമുക്കറിയാം, കർത്താവിൻ്റെ മുമ്പാകെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് നമ്മൾ ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ഒരാൾ വിശുദ്ധനാണെങ്കിൽ അവനെ ദൈവം എങ്ങനെ സൂക്ഷിക്കും? അവൻ വിശുദ്ധനാണെങ്കിൽ അത്രമാത്രം തൻ്റെ വിശുദ്ധന്മാരുടെ